ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയൂർ വാഴും തിരുമേനി പദം. ഓം ധ്യായാമോ ധവളാവകുണ്ഠനവതി തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണി സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീം അമൃതാനന്ദാത്മികാമീശ്വരീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീ അമൃതാനന്ദാത്മികാമീശ്വരീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീ അമൃതാനന്ദാത്മികാമീശ്വരീം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. ലോകഗുരുവായ അമൃതാനന്ദമയി ദേവിയുടെ ചരിതം കേൾക്കാൻ കഴിഞ്ഞ 33 ദിവസമായി അമ്മയും ഗുരുപരമ്പരയും എല്ലാ ദേവതകളും അനുഗ്രഹിച്ച കാരുണ്യത്തിന് മുന്നിൽ, കൃപയ്ക്ക് മുന്നിൽ, കടാക്ഷത്തിന് മുന്നിൽ, ദയയ്ക്ക് മുന്നിൽ, വാത്സല്യത്തിന് മുന്നിൽ, സ്നേഹത്തിന് മുന്നിൽ നമുക്ക് നമിക്കാം. ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൽ മൂന്നാമതാണ് ഈ ലോക ഗുരുവിൻ്റെ ചരിതം നമ്മൾ ചിങ്ങം 1 മുതൽ പറഞ്ഞത്. ഒന്നാമത് ഷിർഡി സായി ഗുരുദേവൻ്റെയും, രണ്ടാമത് മള്ളിയൂർ തിരുമേനി തൃപാദങ്ങളുടെയും, മൂന്നാമത് അമ്മയുടെയും ചരിതം. മറ്റ് രണ്ടുപേരും ശരീരരൂപത്തിൽ ഇപ്പോൾ ഭൂമിയിലില്ല. അവരുടെ സാന്നിധ്യമുണ്ട്, ശരീരരൂപത്തിലില്ല. അമ്മ ശരീരരൂപത്തിലുണ്ട് എന്നത് ഇന്നത്തെ തലമുറയ്ക്കൊരു അനുഗ്രഹമാണ്. ഏത് കാര്യത്തിനും സംശയ ദുരീകരണത്തിന് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഗുരുവുമായി നേരിട്ട് സംവേദനം നടത്താൻ ഭാഗ്യം കിട്ടുക, അത് കൃപയാണ്, കാരുണ്യമാണ്. കൃത്യമായി അമ്മയുടെ ധ്യായാമോ ധവളാവകുണ്ഠനവതിയും എന്ന അമ്മയുടെ സ്വരൂപ ധ്യാന ശ്ലോകം ശ്രീ ജിനേഷ് എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് തന്നെ ഇടാറുണ്ട്. ജിനേഷിന് നമസ്കാരം. ജിനേഷിൻ്റെ സ്ഥലം എവിടെയാണെന്നൊന്നറിയില്ല. ജിനേഷ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കി ആ ഈശ്വരീയ ധർമ്മത്തിൽ പങ്കാളികളാകാൻ സാധിക്കുന്ന ഒരു പുണ്യം വളരെ വലുതാണ്. അതിൽ അടുത്ത ഒരു തലമുറയെ പങ്കാളികളാക്കാനുള്ള പരിശ്രമമാണ് നമ്മളൊക്കെ ഇനി ചെയ്യേണ്ടത്. ഗുരുദേവൻ്റെ കാലത്ത് ഗുരുദേവനുമായി ബന്ധപ്പെട്ടവർ എഴുതി വെച്ച കൃതികൾ ഇന്ന് നമ്മൾ പൊന്നുപോലെയാണ് വായിക്കുന്നത്. ശങ്കരാചാര്യസ്വാമികളുടെ കാലത്ത്, ചട്ടമ്പിസ്വാമിജിയുടെ കാലത്ത്, ശുഭാനന്ദ ഗുരുദേവൻ്റെ കാലത്ത്, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാലത്ത്, വിവേകാനന്ദൻ്റെ കാലത്ത് എന്നൊക്കെ പറയുന്നത് പോലെ കാലചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ അമ്മ അമൃതാനന്ദമയി ദേവിയുടെ കാലത്ത് എന്ന് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യം നമ്മൾ മറക്കരുത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മഹാഗുരുവിൻ്റെ സന്നിധാനത്തിൽ ചെല്ലുവാനും പാദനമസ്കാരം ചെയ്യുവാനും നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങൾ അമ്മയോട് അവതരിപ്പിക്കുമ്പോൾ അതിന് പരിഹാരവും നിർദ്ദേശവും പറഞ്ഞു തരാനും സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന ആധ്യാത്മിക അവസ്ഥയുടെ മണ്ഡലങ്ങളിലേക്കൊന്ന് അനുഭവത്തിൻ്റെ ഊളിയിട്ട് നീന്താനും നമുക്ക് സാധിക്കുന്നെങ്കിൽ ജന്മം സഫലമായി എന്ന കാര്യത്തിൽ സംശയമില്ല. 33 ദിവസമായി 1 മണിക്കൂർ നമ്മൾ ഈ വക കാര്യങ്ങൾ. ജിനേഷ് ദുബൈയാണ്.
അവിടുത്തെ മാറി. ജിനേഷ് ദുബൈ ആണ് എന്നാണ് സൂചിപ്പിച്ചത്. നാട്ടിൽ ദുബൈ ആണ്. സത്സംഗം ഗുരുദർശനം യൂട്യൂബിൽ കാണാം. ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സന്തോഷം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അങ്ങനെയുള്ള ധാരാളം പേർ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അമ്മയെ ആരാധിക്കുന്നു, അമ്മയെ വിശ്വസിക്കുന്നു. അമ്മയുടെ അനുഭവങ്ങളുള്ള ഒരു വലിയ സമൂഹം. അതിൽ ഗുരുക്കന്മാർ ഈ ലോകത്തുള്ളപ്പോൾ അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരൊക്കെ നമ്മുടെ ബന്ധുക്കൾ. അല്ലാത്തവരെയാണ് ഗുരുത്വമില്ലാത്തവർ എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പറയും, അവനെല്ലാം ഉണ്ട്, അവനോട് കൂട്ടുകൂടല്ലേടാ, അവനൊരു 3 അക്ഷരത്തിൻ്റെ കുറവുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് PhD ആണ്, പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് MSc ആണ്. പിന്നെയാണ് അറിഞ്ഞത് ആ 3 അക്ഷരത്തിൻ്റെ കുറവ് ഗുരുത്വം എന്ന 3 അക്ഷരത്തിൻ്റെ കുറവാണ്. അതിനിപ്പോഴും ഇംഗ്ലീഷ് വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. യൂട്യൂബിൽ എന്ന് അനീഷ് ചോദിക്കുന്നു, ജിനേഷ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം പോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ആളുകളെ എത്രയും കൂടുതൽ അറിയിക്കുകയും ചെയ്യാം. അതിന് വേറെ ഒരു നിയമങ്ങളുമില്ല. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരിത് കാണട്ടെ, അടുത്ത ഒരു തലമുറ മനസ്സിലാക്കട്ടെ ഗുരുവിൻ്റെ മഹത്വം. ഗോശബ്ദം അന്ധകാരം താൻ ജ്യോതാൻ നിരോധകം ഇരുട്ട് നീക്കിയിടുകയാൽ ഗുരു എന്നരുളുന്നിതേ എന്നാണ്. ഈ ഒരു ജീവിതത്തിലെ 1 മണിക്കൂർ ആ ഈശ്വരീയ സങ്കല്പത്തിൽ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള കാലം ഈശ്വരീയ ധർമ്മത്തിൽ ഗുരുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അതിന് വലിയ പവിത്രതയുണ്ടെന്ന് നമുക്ക് ബോധ്യമാകും. അമ്മയുടെ പ്രിയപ്പെട്ട ശിഷ്യനും അമ്മയെ ഉള്ളറകളിൽ വെച്ച് പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന ഗുരുദർശനം എന്ന് ടൈപ്പ് ചെയ്താൽ മതിയെന്ന് ശാസ്ത്രജ്ഞനായ യുവാവ് ആ ജോലി കളഞ്ഞ അമ്മയുടെ പദാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ച ഇന്ന് അമ്മയുടെ ആദ്യകാല ശിഷ്യന്മാരിൽ അമ്മയുടെ മഠത്തിൻ്റെ സെക്രട്ടറി കൂടിയായ ആദരണീയ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി അമ്മ കൂടെയുണ്ട് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയ മംഗളകരമായ അധ്യായങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് വായിച്ചിട്ടാണ് തുടങ്ങിയ ദിവസം മുതൽ അടുത്ത ചർച്ചകളിലേക്ക് കടന്നത്. ഇന്നലെ വളരെ കൂടുതൽ ആളുകൾ, നമ്മുടെ സുരേഷ് കുമാർ സാർ അതിനെപ്പറ്റി ഇന്ന് അരമണിക്കൂറാണ് ടെലിഫോണിൽ സംസാരിച്ചത്. സാറാമ്മ ടീച്ചറും ശ്രീകൃഷ്ണ ചിത്രവും കേട്ടപ്പോൾ രോമാഞ്ചമുണ്ടായി എന്ന് കൊല്ലത്തെ സുരേഷ് കുമാർ സാർ എന്നെ വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് 3/4 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഇന്ന് ജ്ഞാനോദയത്തിനായുള്ള യാചന എന്ന പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. അമ്മയെ കാണുന്നതിന് മുൻപ് ഞാൻ കരുതിയിരുന്നത് ടെക്നോളജി കൊണ്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ്. പക്ഷേ ടെക്നോളജി വികസിച്ചതനുസരിച്ച് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ കൂടിയതല്ലാതെ മനുഷ്യൻ കൂടുതൽ സന്തോഷവാനായി കാണപ്പെടുന്നില്ല. അന്ന് ഞാൻ കരുതിയിരുന്നു ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഒരുപക്ഷെ നിരീശ്വരവാദികളായിരിക്കാം. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നപ്പോൾ ഒരു കാര്യം ബോധ്യമായി, ശാസ്ത്രജ്ഞന്മാരിലും ഭക്തരുണ്ട്. ഈ ശാസ്ത്രജ്ഞരൊക്കെ നാടും വീടും മറന്ന് പരീക്ഷണശാലയിൽ ത്യാഗമനോഭാവത്തോടുകൂടി സമയം ചെലവഴിക്കുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ടു. അന്ന് അവിടുത്തെ സൂപ്പർ സയൻറ്റിസ്റ്റ് എനിക്കൊരു ഉപദേശം നൽകി. ക്രിസ്തുമത വിശ്വാസിയായ ഒരു വനിത എൻ്റെ മേലധികാരി കൂടിയായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ സോളാർ റേഡിയേഷനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ദിവസവും കുറച്ചു നേരം ഗായത്രി മന്ത്രം ജപിച്ചുകൊള്ളൂ. കാരണം ഈ റിസർച്ച് വർക്കിൽ വിജയം വരിക്കാൻ അനുഭൂതിയിൽ നിന്നുള്ള അറിവ് കൂടി ആവശ്യമാണ്. ഓം ഭോർഭോ സ്വഹ തത്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രം ജപിക്കാൻ ഒരു ശാസ്ത്രജ്ഞനോട് ഒരു ശാസ്ത്രജ്ഞ, ഒരു മേലധികാരി വനിത നിർദ്ദേശിക്കുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വൈശിഷ്ട്യമല്ലേ പ്രിയപ്പെട്ടവരെ? അഥവാ ഇൻറ്റ്യൂഷൻ ആവശ്യമാണ്. ജീവിത വിജയത്തിന് നമുക്ക് ഈ അനുഭൂതിയോടുകൂടിയുള്ള അറിവ് അനിവാര്യമാണ്. ബുദ്ധിപരമായ അറിവ് മാത്രം മതിയാവില്ല. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും മറക്കരുത്. ഒരു തെറ്റായ തീരുമാനം മതി ജീവിതം മുഴുവൻ തകരുവാൻ. ഗായത്രി മന്ത്രം ജപിക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. ഗായത്രി മന്ത്രം സൂര്യദേവനെ കണ്ട ഋഷിയുടെ മനസ്സിൽ നിന്നും അറിയാതെ ഉയർന്നു വന്ന യാചനയാണ്, ജ്ഞാനോദയത്തിന് വേണ്ടിയുള്ള യാചന. ഋഷി ഉദയസൂര്യനെ കണ്ട് അറിയാതെ പ്രാർത്ഥിച്ചു പോയതാണ്. പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാനെ, സകല ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാനെ, അവിടുന്ന് ആരാധനയ്ക്ക് അർഹനാണ്. ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു. അവിടുന്ന് എൻ്റെ ബുദ്ധിയെ കൂടി പ്രകാശിപ്പിച്ചാലും പ്രചോദിതനാക്കിയാലും എന്ന്. ഈ ലോകത്തിലും മറ്റു ലോകങ്ങളിലുമുള്ള സകല സൂര്യന്മാരെയും പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാൻ. ആകാശത്തെ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളൊക്കെ സൂര്യന്മാരാണ്.
നാം അറിയാത്ത ലോകങ്ങളിലെ സൂര്യന്മാരെയും പ്രകാശിപ്പിക്കുന്ന ആത്മസൂര്യനോടുള്ള യാചനയായിരുന്നു ആ പ്രാർത്ഥന. ഉള്ളിലെ ജ്ഞാനോദയത്തിൻ്റെ ഉണർവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു, അവിടുന്ന് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, ശരിയായ ദിശയിലേക്ക് എൻ്റെ ബുദ്ധിയെ നയിക്കണം. ഋഷിമാരെ മന്ത്രദൃഷ്ടാക്കൾ എന്നാണ് വിളിക്കുക. അതായത് മന്ത്രത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞവർ, കണ്ടവർ, അനുഭവിച്ചവർ. ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവല്ല, പ്രത്യക്ഷ അനുഭവം നേടിയവർ. ആ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന അനന്തശക്തിയെ തന്നെ അനുഭവിച്ചിരിക്കുന്നു എന്നാണ് ഋഷി പ്രഖ്യാപിച്ചിരിക്കുന്നത്. താൻ നേരിട്ടറിഞ്ഞ സത്യത്തെ ലോകനന്മയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. മന്ത്രങ്ങളുടെ രഹസ്യം അറിഞ്ഞവരാണ് മന്ത്രദൃഷ്ടാക്കൾ. അവർ മന്ത്രങ്ങൾ രചിച്ചതല്ല, അവർ മന്ത്രങ്ങൾ ദർശിച്ചതാണ്. ദർശനമാണ് മന്ത്രമായി തീർന്നത്. ഓരോ മന്ത്രത്തിനും അധിഷ്ഠാന ദേവതയുണ്ട്. ആ ദേവതയുടെ രൂപം സങ്കല്പിച്ച് മന്ത്രം ജപിച്ചാൽ കൂടുതൽ ഫലം കിട്ടുന്ന മന്ത്രങ്ങളുണ്ട്. മന്ത്രഫലസിദ്ധിക്ക് നിരന്തര ജപം ആവശ്യമാണ്. വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി ചൂട് വേണം. തിളച്ച ജലം വീണ്ടും ചൂടാക്കിക്കൊണ്ടിരുന്നാൽ നീരാവിയാകും. നീരാവിയുടെ ഊഷ്മാവ് ജലത്തിൻ്റെതിനേക്കാൾ അനേക മടങ്ങാണ്. ജലപ്രവാഹത്തേക്കാൾ വളരെ കൂടുതൽ ശക്തിയുണ്ട് നീരാവിക്ക്. ആവി എഞ്ചിൻ്റെ ശക്തി എത്രയെന്ന് ചൂളം വിളിച്ച് പായുന്ന തീവണ്ടി കണ്ടാൽ ബോധ്യമാകും. ഇതുപോലെ മന്ത്രം ഓരോ തവണ ജപിക്കുമ്പോഴും അതിന് ശക്തി കൂടുന്നു. പൊതുവെ പറയാറുള്ളത് മന്ത്രത്തിൻ്റെ ശക്തി അറിയാൻ ഏകദേശം അക്ഷരലക്ഷമെങ്കിലും ജപിക്കണമെന്നാണ്. സത്യയുഗത്തിൽ അന്തരീക്ഷം വളരെ പവിത്രമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തെ മന്ത്രയുഗമെന്ന് വിശേഷിപ്പിക്കാം. ഇപ്പോൾ മന്ത്രങ്ങളുടെ സ്ഥാനം മുഴുവനും യന്ത്രങ്ങൾ കൈയടക്കിയിരിക്കുന്നു. യന്ത്രയുഗമായി തീർന്നു. പണ്ട് മന്ത്രങ്ങൾ ചെയ്തിരുന്നതൊക്കെ ഇന്ന് യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ യന്ത്രങ്ങളും മതിയാവാതെ വരും. ഭാവിയിൽ വരാൻ പോകുന്ന തന്ത്രയുഗമായിരിക്കും. പണ്ടൊക്കെ യുദ്ധമുറകൾ ഒരാളുടെ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിയായിരുന്നു. ഇനി അങ്ങനെയല്ല. തന്ത്രങ്ങളിലൂടെ കൗശലം കൊണ്ടായിരിക്കും ജയിക്കാൻ സാധിക്കുക. ഏത് യുഗം വന്നാലും ഈ ദുഃഖങ്ങളൊന്നും നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയരുകയല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന ഋഷീശ്വരന്മാർ കണ്ടു. അതുകൊണ്ട് കാരുണ്യത്തോടെ അവർ നമുക്ക് ഈ അറിവ് പകർന്നു തന്നതാണ്. എല്ലാ മന്ത്രങ്ങളും ആരംഭിക്കുന്നത് ഓംകാരത്തിലാണ്, പ്രണവ മന്ത്രത്തിലാണ്. സകല ജീവരാശികളിലൂടെയും പ്രവഹിക്കുന്ന സ്പന്ദനമായതുകൊണ്ടാണ് അതിനെ പ്രണവം എന്ന് പറയുന്നത്. ഗായത്രി മന്ത്രം കുട്ടികളൊക്കെ ജപിക്കണം. ഓം ഭൂർഭുവ സ്വാഹാ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഋഷി ഓംകാരം കൊണ്ട് തന്നെ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സ്വാമിജി എഴുതുന്നു, 4 അവസ്ഥകളെയും പറയുന്നു. ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നാവസ്ഥ, ഗാഠനിദ്രയിൽ ലയിക്കുന്ന അവസ്ഥ, തുരീയാവസ്ഥ. ആദ്യത്തെ 3 അവസ്ഥകളെയും പ്രതിനിധീകരിക്കുന്ന വാക്ക് ഭൂർഭുവ സ്വാഹ. ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം. ഇതിൽ ആ 3 ത്രിലോകങ്ങളും ഉൾപ്പെടും. ഈ ഭൂമിയാണ് ആദ്യത്തെ ലോകം. നമുക്ക് പരിചയമുള്ള ഈ കാണുന്ന ലോകം മാത്രമല്ല ഉള്ളത്. ഊർധ്വലോകങ്ങളുണ്ട്, അധോലോകങ്ങളുണ്ട്. ഊർധ്വലോകം മുകളോട്ടുള്ളത്, അധോലോകം താഴോട്ടുള്ളത്. ഊർധ്വലോകങ്ങളിൽ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളാണ് ഭൂലോകം, ഭൂവർലോകം, സുവർലോകം. അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ കൂടുതൽ പുണ്യം വേണം. ഈ 3 ലോകങ്ങൾ കൂടാതെ 4 ലോകങ്ങൾ കൂടി മുകളിലുണ്ട്. മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. അപ്പോൾ 7ആയി ഭൂമിയിൽ നിന്ന് മേപ്പോട്ട്. ഭൂമി, അന്തരീക്ഷം, ഭൂർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. വേറെ ലോകങ്ങളുണ്ട്, ഉപലോകങ്ങൾ. ഇന്ദ്രലോകം, ചന്ദ്രലോകം, സൂര്യലോകം, പിതൃലോകം. അധോതലങ്ങൾ 7 ഭൂമിയിൽ നിന്ന് താഴോട്ട്. അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം. 7 താപ്പോട്ട്, 7 മേപ്പോട്ട്. ഇതാണ് 7 14 ലോകം. ഏറ്റവും അടിയിലാണ് പാതാളം. ജ്ഞാനികൾക്ക് എവിടെയും സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കും. മഹാത്മാക്കളെ നരകത്തിലിടാൻ സാധിക്കില്ല. നരകത്തിൽ ഇട്ടാലും അവർ അവിടെ സ്വർഗം സൃഷ്ടിക്കും. സ്വാമിയുടെ ആ വരി ഗംഭീരമാണ്. 2 സെൻറ്റൻസാണ്. മഹാത്മാക്കളെ നരകത്തിലിടാൻ സാധിക്കില്ല, നരകത്തിൽ ഇട്ടാലും അവർ അവിടെ സ്വർഗം സൃഷ്ടിക്കും. എത്ര സുന്ദരമായ വരികളാണ്. ഈ സ്വർഗ നരകങ്ങൾക്ക് അപ്പുറമുള്ള ഈശ്വര അനുഭൂതിയുടെ ദിവ്യലോകത്തിലേക്ക് ഉയർന്നവർ എവിടെയും സ്വർഗീയ സൗന്ദര്യം ദർശിക്കുന്നു, എവിടെയും സ്വർഗം സൃഷ്ടിക്കുന്നു.
അനുഭൂതിയുടെ ദിവ്യ തലങ്ങളിലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് ഗായത്രി മന്ത്രം. ജ്ഞാനിയായ ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാൽ ഏത് മന്ത്രവും ഒരേപോലെ ശക്തമാവും. ഗുരു ആ മന്ത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ ശിഷ്യനിലേക്ക് പ്രസരിപ്പിക്കും. നമുക്ക് മന്ത്രോപദേശം തരുമ്പോൾ അമ്മ എന്തോ പറയുകയല്ല, എന്തോ പകരുകയാണ്. നമ്മിലേക്ക് മന്ത്രശക്തിയെ സന്നിവേശിപ്പിക്കുന്നു. അത് വിത്ത് രൂപത്തിൽ നമ്മിൽ പതിക്കുന്നു. ആവർത്തിച്ച് ജപിക്കുമ്പോൾ അത് വ്യക്തമായി വളരുന്നു. നമ്മൾ ജപിക്കുന്തോറും അതിന് കരുത്ത് കൂടുന്നു. പിന്നെ മന്ത്രവൃക്ഷത്തിന് ഫലങ്ങളുണ്ടാകുന്നു. മന്ത്രം നമ്മൾ നിരന്തരം ജപിക്കുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. ആ മന്ത്രസിദ്ധി കൈവരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഗതി മാറുന്നു. അത് ഈശ്വരനിലെത്താനുള്ള എളുപ്പ വഴിയായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ വാക്കും ചിലപ്പോൾ മന്ത്രമായി മാറും. അതാണ് ഈ അമ്മയൊക്കെ പറയുന്നത് അങ്ങ് ഫലിക്കും. ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ, എല്ലാം നന്മ ഉണ്ടാവാൻ അമ്മ അനുഗ്രഹിക്കണേ അമ്മേ. ശരി, ഇവൾക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന അമ്മ പറയുമ്പോൾ അത് പ്രകൃതിയിൽ പറഞ്ഞ വാക്കാണ്. അത് പ്രകൃതി പാലിക്കും. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. തത്വമസ്യാദി മഹാവാക്യ അർത്ഥം കൊണ്ട് മമ്മ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. താപസ വാക്ക് അസത്യമായി വരില്ല. ഇതെല്ലാം രാമായണത്തിലെ വരികളാണ്. ഞാൻ സ്വാമിജി എഴുതിയതിൻ്റെ ഇടയിൽ അത് പറഞ്ഞത് നമ്മുടെ കുട്ടികൾ ഓർക്കണം. ആ ഗുരുവിൻ്റെ മഹത്വവും ഗുരു തരുന്ന മന്ത്രവും ഏറ്റവും ശ്രേഷ്ഠമാണ്. ആന്തരിക അവയവങ്ങൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ അതിനൊരു അപാകത വരുമ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ആ ഡോക്ടർ അത് നിരീക്ഷിച്ച് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് അതിന് വിധിക്കപ്പെട്ട മരുന്ന് നൽകുന്നത് പോലെയാണ് അമ്മ നമുക്കൊരു മന്ത്രോപദേശം തരുന്നത്. ചേട്ടനും അനിയന്മാരായ 3 പേർ ഒരിക്കൽ കോഴിക്കോട്ട് നിന്ന് അമ്മയെ കാണാനെത്തി. 3 പേരും മന്ത്രോപദേശത്തിന് ചെന്നതാണ്. 3 പേർക്ക് 3 മന്ത്രം കൊടുത്തു. അവരെന്നോട് പറഞ്ഞതാണ്. 3 മന്ത്രം കൊടുത്തപ്പോൾ അവർ ഇത് പരസ്പരം പറയരുതെന്നാണല്ലോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ 3 പേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് 3ആണ്. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. ഓരോരുത്തർക്കുമുള്ള ദേവതയാണ് തന്നത്. മന്ത്രം പറഞ്ഞു തന്നത് എന്താണെന്ന് വേറെ ആളുടെ പറയരുതെന്നാണ്. എത്രയോ അനുഭവങ്ങളുള്ളവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എഴുതുകയാണ് സ്വാമിജി, നമ്മൾ ജപിക്കുന്തോറും അതിനെ കരുത്ത് കൂടുന്നു. നമ്മൾ കത്തി കൊണ്ട് അരിയുന്തോറും അത് മൂർച്ച കൂടുന്ന പോലെ. കത്തി തേഞ്ഞ് ഇല്ലാതാവുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ മൂർച്ച. അതാണ് സ്വാമിജി എഴുതിയത്. ആവർത്തിച്ച് ജപിക്കുമ്പോൾ അത് വ്യക്തമായി വളരുന്നു. നമ്മൾ ജപിക്കുന്തോറും അതിന് കരുത്ത് കൂടുന്നു. പിന്നെ മന്ത്രവൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു. മന്ത്രം നമ്മൾ നിരന്തരം ജപിക്കുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. ആ മന്ത്രസിദ്ധി കൈവരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഗതി മാറുന്നു. അത് ഈശ്വരനിലെത്താനുള്ള എളുപ്പവഴിയായി തീരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ വാക്കും ചിലപ്പോൾ മന്ത്രമായി മാറും. ഒരാൾക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കണം, പക്ഷേ പ്രാർത്ഥന അറിയില്ല. അയാൾ വല്ലാതെ വിഷമിച്ചു. അവസാനം അയാൾക്കറിയാവുന്ന അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ഈശ്വര, എനിക്ക് പ്രാർത്ഥന അറിയില്ല. ഈ അക്ഷരങ്ങളെല്ലാം ചേർത്ത് ഈശ്വരൻ തന്നെ ഒരു നല്ല പ്രാർത്ഥന ഉണ്ടാക്കി സ്വീകരിക്കണേ. ഉടൻ തന്നെ അശരീരി, കുഞ്ഞേ, ഞാൻ ഇന്ന് വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥന നിൻ്റേതായിരുന്നു. അത് കേട്ട ആ ഭക്തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രാർത്ഥന അറിയാത്തവൻ്റെ പ്രാർത്ഥനയാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടം. ഉച്ചരിക്കുന്നതൊക്കെ മന്ത്രമാണെന്നോർക്കണം. പാഴ്വാക്കുകൾ പറയരുത്. അതും ഫലിച്ചെന്ന് വരാം. അതാണ് നമ്മൾ വേണ്ടാത്തതൊന്നും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയാൾ വർത്താനം പറഞ്ഞില്ല, ഓ സന്തോഷം. പറയുമ്പോൾ വാക്കിന് വാളിനേക്കാൾ മൂർച്ചയാണ്. വാക്കിന് വാളിനേക്കാൾ മൂർച്ചയാണ്. വാളുകൊണ്ടുള്ള മുറിവ് സ്റ്റിച്ചിട്ടാൽ കരിയും, വാക്കുകൾ കൊണ്ടുള്ളത് കരിയില്ല. സ്വാമിജി എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പാഴ്വാക്കുകൾ പറയരുത്. അതും ഫലിച്ചെന്ന് വരാം. നമ്മൾ പറഞ്ഞ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ നീക്കും. കേയോരാന എന്ന് പറയുന്നൊരു സംസ്കൃത ശ്ലോകമുണ്ട്. ആകാശവാണിയിലെ സംസ്കൃത പാഠത്തിൻ്റെ ടൈറ്റിൽ സോങ്ങായിരുന്നു. അതിലും പറയും, വാക്കുകളാണ് ശ്രേഷ്ഠം. കേയോരാന വിഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വല ന സ്നാനം ന വിലേപനം ന കുസുമം ജ്ഞാലം കൃതാമൂർത്തജ. നിന്റെ ഈ ശരീരത്തെ തേച്ച് മിനുക്കി നീ അണിയുന്ന ആഭരണങ്ങളോ നീ വച്ചിരിക്കുന്ന കിരീടമോ
നീ വിലേപനം ചെയ്യുന്ന ഈ ഭസ്മമോ കുങ്കുമമോ ചന്ദനമോ നിന്റെ ആഭരണങ്ങളോ നിന്റെ തോൾവളകളോ ഒന്നും നിന്നെ അലങ്കരിക്കില്ല. ശിവനകത്തിരിക്കുന്നത് കൊണ്ട് ഇത് ശിവം, ഇത് പോയി കഴിയുമ്പം ശവം. പിന്നെ എന്താ നിന്നെ അലങ്കരിക്കുന്നത്? വാണ്യേകാശമലം കരോതി പുരുഷം യാ സംസ്കൃതാധാര്യത്തെ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. ജീവിച്ചിരുന്നപ്പോൾ നീ പറഞ്ഞ വാക്കുകൾ അത് എന്നും നമുക്ക് അലങ്കാരമായി ഉണ്ടാവും. അതാണ് ഭൂഷണം. അതുകൊണ്ടാണ് സ്വാമിജി എഴുതിയത്, സംസാരിക്കുന്നത് സൂക്ഷിച്ചോണം. എന്ത് വാക്കുച്ചരിച്ചാലും ആ ശബ്ദത്തിൻ്റെ സ്പന്ദനങ്ങൾ ഈ പ്രകൃതിയിൽ തങ്ങി നിൽക്കും. അത് ഉച്ചരിച്ച ആളിലേക്ക് തന്നെ വന്നെന്നിരിക്കും. അതുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ നാവിനുള്ള പങ്ക് വളരെ വലുതാണ്. കാരണം നീ പറഞ്ഞു പോയതാണ്, ഞാൻ എന്തോ ചെയ്യാനാണെന്ന് ദേവത ചോദിക്കും. നിർദേവത്വം എന്ന് പറയാനാണ് കുംഭകർണൻ ചിന്തിച്ചത്. കുംഭകർണൻ്റെ നാവിൽ സരസ്വതി ദേവി എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിദ്രാവത്വം, അതാണ് ഉറക്കം. നിർദേവത്വം, ദേവന്മാരെ ജയിക്കാനുള്ള കഴിവ്, അത് നിദ്രാവത്വം എന്നായിപ്പോയി. ദേവിയും ഭഗവാനും ബ്രഹ്മാവും പറഞ്ഞു തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിച്ചോട്ടെ നിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് നാവിൽ നിന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ നാവിനുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് നാവിനെ കീഴടക്കിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. നാവിന് 2 ധർമ്മങ്ങളാണുള്ളത്: സംസാരിക്കുക, രുചി അറിയുക. 2 in 1 ആണ്. ബാക്കി എല്ലാ അവയവങ്ങൾക്കും ഓരോ ജോലിയേ ഉള്ളൂ. നാവ് കൊണ്ട് സംസാരിക്കുകയും വേണം, രുചി അറിയുകയും വേണം. ബാക്കിയെല്ലാം 2 ഉണ്ടല്ലോ. 2 ചെവികൾ, 2 കണ്ണുകൾ, മൂക്ക് ഒന്നേ ഉള്ളെങ്കിലും 2 ദ്വാരങ്ങൾ, എല്ലാം 2 ഉണ്ട്. കരള്, കുടല്, ആമാശയം 4 ആണ് അല്ലേ? കിഡ്നി 2, നാക്ക് മാത്രം 3. നന്നായി, അതുകൂടെ 2 ആവാഞ്ഞത്. ഉള്ളതുകൊണ്ട് നല്ലത് പറയാത്തവരാണ് നമ്മൾ. ആലോചിച്ച് നോക്കൂ. നാവിന് 2 ധർമ്മങ്ങളുണ്ട്: സംസാരിക്കുക, രുചി അറിയുക. സംസാരിക്കാനുള്ള ഇഷ്ടം, രുചിയോടെ എന്തെങ്കിലും കഴിക്കാനുള്ള ഇഷ്ടം. 2 ധർമ്മങ്ങൾ നാവിനുള്ളത് കൊണ്ട് നാക്കിനെ നിയന്ത്രിച്ചാൽ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. നാവ് എന്ന ഒരു ഇന്ദ്രിയം കാരണം ജീവിതം മുഴുവൻ തകർന്നു പോകാനിടയുണ്ട്. ഈ നാവ് തന്നെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ സകല ദുഃഖങ്ങളെയും മറികടന്ന് ഈശ്വര തലത്തിലേക്ക് ഉയരാനും സാധിക്കും. നാവിനെ വേണ്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഋഷി പറഞ്ഞു തരുന്നു. ഉച്ചരിക്കുന്നതൊക്കെ പ്രാർത്ഥനയായി തീരട്ടെ. എപ്പോഴാണ് ഉച്ചരിക്കുന്നതൊക്കെ പ്രാർത്ഥനയായി മാറുന്നത്? സ്നേഹത്തോടെ പറയുന്ന വാക്കുകളൊക്കെ പ്രാർത്ഥനയായി മാറുന്നു. ആഹാ, സ്വാമിജി എഴുതുകയാണ്, സ്നേഹത്തോടെ പറയുന്ന വാക്കുകളൊക്കെ പ്രാർത്ഥനയായി മാറുന്നു, മന്ത്രമായി മാറുന്നു. അതുകൊണ്ട് ഉച്ചരിക്കുന്നതെല്ലാം പ്രാർത്ഥനയായി തീരട്ടെ. ഉച്ചരിക്കുന്ന വാക്കുകൾ ഓരോന്നും സ്നേഹത്തിൻ്റെ പ്രതിധ്വനിയായി തീരട്ടെ. ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി ഋഷി പ്രാർത്ഥിച്ചു. സൂര്യദേവനെ ഒരു അഗ്നികുളമായി സങ്കല്പിച്ചില്ല. ഉദയസൂര്യനെ കണ്ടപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവനും തേജസ്സും ഓജസ്സും ശക്തിയും പകരുന്ന സൂര്യദേവനായി ഭാവന ചെയ്യാൻ സാധിച്ചു. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ, സൂര്യൻ്റെ കിരണങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കൊന്നിനും നിലനിൽപ്പില്ല. ഈ പ്രപഞ്ചത്തിന് മുഴുവനും ശക്തിയും തേജസ്സും പകരുന്ന സൂര്യദേവനെ കണ്ടപ്പോൾ ഈശ്വരൻ്റെ പ്രതിരൂപമായി സങ്കല്പിക്കുവാൻ ഋഷിക്ക് പ്രയാസമുണ്ടായില്ല. അതുകൊണ്ടാണ് ഋഷി അങ്ങനെ പ്രാർത്ഥിച്ചത്. ത്രിലോകങ്ങൾക്കും പ്രകാശം പരത്തുന്ന സൂര്യദേവനെ, സൂര്യഭഗവാനെ അവിടുന്ന് ആരാധനയ്ക്ക് അർഹനാണ്. ഗായത്രി മന്ത്രത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഈശ്വരനെ സ്തുതിക്കുന്നു, ഈശ്വരനെ ധ്യാനിക്കുന്നു, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. ആദ്യം സ്തുതിക്കുന്നു, 2ാമത്തേത് ധ്യാനമാണ്, 3ാമത്തേത് പ്രാർത്ഥനയാണ്. 10,000 അമ്മയുടെ ഹാളിൽ ധ്യാനത്തിനിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ചലിക്കാത്ത പ്രതിമകളിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ആ ചിട്ട, അമ്മയുടെ ആശ്രമത്തിലെ ആ ടൈമിങ്ങും ചിട്ടയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് അവിടെ ഇരിക്കുന്നവർക്ക് തേജസ്സും ഐശ്വര്യവും ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1ാമത്തേത് സ്തുതി, 2ാമത്തേത് ധ്യാനം, 3ാമത്തേത് പ്രാർത്ഥന. ഉദിച്ചുയരുന്ന സൂര്യബിംബം നോക്കി ഋഷി പറഞ്ഞു, ത്രിലോകങ്ങൾക്കും പ്രകാശം പരത്തുന്ന സൂര്യഭഗവാനെ എന്ന്. നമ്മൾ കാണുന്ന സൂര്യനെ മാത്രമല്ല ഋഷി ഉദ്ദേശിച്ചത്.
ത്രിലോകങ്ങൾക്കും പ്രകാശം പരത്തുന്ന സൂര്യൻ ഭഗവാൻ. അതാരാണ്? സൂര്യനും ചന്ദ്രനും അഗ്നിക്കുമെല്ലാം പ്രകാശം പരത്തുന്ന ആ ദിവ്യ തേജസ്സിനെയാണ് ഋഷി പ്രാർത്ഥിച്ചത്. സൂര്യദേവനിലൂടെ ആത്മസൂര്യനായ ശക്തിവിശേഷം തന്നെയാണ് പ്രതിഫലിക്കുന്നത്. പ്രകാശമായി ഈശ്വര ശക്തിയാണ് അഗ്നിയിലൂടെ പ്രസരിക്കുന്നത്. ത്രിലോകങ്ങളിലും പ്രകാശം പരത്തുന്ന സൂര്യഭഗവാനെ അവിടുന്ന് ആരാധ്യനാണ്. ആ ദിവ്യ പ്രകാശത്തെ ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ എൻ്റെ ബുദ്ധിയെ ശരിയായ ദിശയിലേക്ക് നയിച്ചാലും അവിടുത്തെ പ്രകാശത്തിൽ എൻ്റെ ബുദ്ധി പ്രചോദിതമാകട്ടെ. അനുഭൂതിയിലൂടെയുള്ള അറിവ് അസത്യമാവാറില്ല. അനുഭൂതിയുടെ വാക്കുകൾ വരണമെങ്കിൽ അഹങ്കാരം പൂർണ്ണമായും അപ്രത്യക്ഷമാവണം, അജ്ഞാനം പൂർണ്ണമായും മറയണം. ഈ അജ്ഞാന അന്ധകാരം ഇല്ലാതാകണമെങ്കിൽ ജ്ഞാനസൂര്യൻ ഉദിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ കൂടെയുണ്ട് എന്ന ആദരണീയനായ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ ഗ്രന്ഥത്തിലെ 25-ാം അധ്യായം പൂർണ്ണമാവുന്നു. അടുത്ത ദിവസങ്ങൾ സ്വാമിജിയുടെ അടുത്ത അധ്യായങ്ങൾ നമുക്ക് വായിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 8-ാം അധ്യായം യൗവനാരംഭത്തിലെ കൃഷ്ണമയി എന്ന ചക്രപാണിയായ ഭഗവാന്റെ ദിവ്യ ജന്മ കർമ്മ കഥകൾ ശ്രവിച്ച് ആ ഗീതങ്ങളും നാമങ്ങളുമെല്ലാം നാണം വെടിഞ്ഞ് പാടി. ആ നാമം ജപിക്കാൻ എന്തിനാണ് നാണം? ഉറക്കെ ജപിക്കാനിടയാവണമെന്നാണ്. ആ നാമം പാടി അസംഗനായി കഴിയണം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും ക്രമപ്രവൃത്തമായി വന്ന ഈശ്വരപരത മൂലം 18-19 വയസ്സായപ്പോഴേക്കും അമ്മ അസാധാരണമായ ഉയർന്ന ആധ്യാത്മിക അവസ്ഥ പ്രകടമാക്കി തുടങ്ങി. പക്ഷേ ആധ്യാത്മികത അറിഞ്ഞുകൂടാത്ത വീട്ടുകാരും നാട്ടുകാരും കഥ അറിയാതെ ആദ്യം കണ്ടതേയുള്ളൂ. ഈ നില കുറേ കാലം തുടരുകയും ചെയ്തു. ഇവിടെ അമ്മയുടെ 17 മുതൽ 29 വയസ്സുവരെയുള്ള കാലയളവിനെയാണ് യൗവനാരംഭം എന്ന് വിവക്ഷിക്കുന്നത്. എന്തെന്നാൽ കറുത്തു മെല്ലിച്ച് പൊക്കം കുറഞ്ഞ അമ്മയ്ക്ക് വാസ്തവത്തിൽ ഉള്ളതിനേക്കാൾ വളരെ കുറച്ചേ പ്രായം തോന്നിച്ചിരുന്നുള്ളൂ. കഠിന സാധന കൊണ്ട് വരണ്ടുണങ്ങി യാഗാഷ്ടി പോലെയായ ആ യുവതിയെ 23-ാം വയസ്സിൽ കാണുമ്പോഴും 10-14 വയസ്സേ തോന്നിച്ചിരുന്നുള്ളൂ. സാധനാഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ കൃഷ്യാവസ്ഥയ്ക്ക് അല്പം മാറ്റം വന്നു. അതിനെപ്പറ്റി ഒരിക്കൽ അമ്മ പറഞ്ഞു, സാധനാഘട്ടത്തിൽ ശരീരം തീരെ ശോഷിക്കും. അത് കഴിഞ്ഞാൽ ആവശ്യാനുസരണം ശരീരത്തിന് സ്ഥൂലത സ്വീകരിക്കാൻ ഒരു നല്ല തപസ്വിക്ക് കഴിയും. മക്കളെല്ലാം വന്ന് അമ്മേ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് ബാഹ്യരൂപത്തിലും ഒരമ്മയ്ക്ക് വേണ്ട രൂപം സ്വീകരിക്കേണ്ടി വന്നു. യൗവനാരംഭത്തിൽ അമ്മ എന്തെല്ലാം ബാഹ്യ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും നിരന്തരമായ ഈശ്വര ഭക്തിയിലൂടെയും അനുഭൂതികളിലൂടെയും ഭാവാവസ്ഥയിലൂടെയും സമാധി അവസ്ഥയിലൂടെയും കടന്നു പോവുകയായി. വീട്ടുകാരോ മറ്റാരെങ്കിലുമോ അതിനെപ്പറ്റി ബോധമുള്ളവരായിരുന്നില്ല എന്നേ ഉള്ളൂ. മറ്റുള്ളവർ അറിയാനുള്ള സമയം വന്നു ചേർന്നില്ലെന്ന് വിചാരിക്കുക. തുന്നൽ പഠിക്കുന്ന കാലത്ത് തുന്നൽ മെഷീനെ ഭക്തി ബാഷ്പം കൊണ്ട് അഭിഷേകം കഴിച്ചിരുന്ന അമ്മയ്ക്ക് കണ്ണനെ വിട്ടുള്ള നേരമില്ലെന്നായി. ചിലപ്പോൾ ജപിക്കും, ചിലപ്പോൾ ധ്യാനിക്കും, ചിലപ്പോൾ കീർത്തനം പാടും, ചിലപ്പോൾ ആരുടെയും ശകാരത്തിന് പാത്രമാകാതിരിക്കാനെന്ന് തോന്നും വിധം മുറി അടച്ചിട്ട് ഭക്തി പാരവശ്യത്തോടെ നൃത്തം ചെയ്യും. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ബോധം കെടും. ഉണരുമ്പോൾ വീണ്ടും കരയും, നിലത്ത് കിടന്നുരുളും. ആരും കാണാതെ ആ ആധുനിക മീര കണ്ണനെക്കുറിച്ച് പാടിയാടും. ഭഗവത് കഥകൾ കേൾക്കാൻ അമ്മയുടെ കാതുകൾ കൊതിച്ചു. കണ്ണനെ കാണുവാൻ കണ്ണുകൾ പിടഞ്ഞു. വിരഹതാപത്താൽ ഹൃദയമുരുകി. ആരെങ്കിലും ഈശ്വരകഥ പറഞ്ഞാൽ അത് ആർത്തിയോടെ കേൾക്കും. അടുത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഈശ്വര കഥകൾ പറയിക്കും. പകരം അവർക്ക് വല്ലതും തിന്നാൻ കൊടുക്കും. അടുത്തെങ്ങാനും ഭാഗവത വായന ഉണ്ടെങ്കിൽ തരം കിട്ടിയാൽ പോയി എല്ലാം മറന്ന് നിന്ന് കേൾക്കും. കണ്ണൻ്റെ മാധുര്യം നിറഞ്ഞ കഥകൾ ഒന്നൊന്നായി ഓർത്ത് കരയും. ഹാ എൻ്റെ ആമ്പാടി മണിപ്പൈതലേ, നീ എത്ര സുന്ദരൻ,
തൈര് കലമുടയ്ക്കുക, പശുക്കിടാങ്ങളെ അഴിച്ചുവിടുക ഒക്കെ ചെയ്താലും ഗോപികമാർക്ക് നിന്നോട് അല്പവും നീരസം തോന്നിയില്ലല്ലോ എൻ്റെ കണ്ണാ. നിന്റെ ആ മോഹന രൂപം എന്നു ഞാൻ കാണും കണ്ണാ. നീ ഗോവർദ്ധനം പൊക്കി നിന്നത് എങ്ങനെ ഞാൻ മറക്കും കണ്ണാ. പവിത്രാൽ പവിത്രതരമായ യമുന പുള്ളിനെ ഓർമ്മ വരുന്നു. എന്താ കണ്ണാ, ഗോപികളുടെ ഭക്തിക്ക് മാത്രമേ മാന്യതയുള്ളൂ. ഈ ഉള്ളവൾ എത്ര കാലമായി അങ്ങേ വിളിച്ച് മുറയിടുന്നു. ഹാ, എന്തു രസം! ആ കംസനെ ഉരുട്ടിയിട്ട് മാറിൽ കയറി ഇരുന്നപ്പോഴത്തെ ഗൗരവഭാവം മറക്കാൻ പറ്റുന്നില്ല കണ്ണാ. സുന്ദര രൂപം ഒന്ന് കാണിച്ചു തരൂ. മധുരാധിപതേ, കൗരവ സഭയിൽ ദ്രൗപദിയെ രക്ഷിച്ച ആ കാരുണ്യം എവിടെ പോയി കൃഷ്ണ? ദൂതനായതും സാരഥിയായതുമെല്ലാം ഓർത്തോർത്ത് കരയട്ടെ. ഞാൻ അഹങ്കാരിയും പാപിയുമായിരിക്കാം. സ്വന്തം യാദവ വംശത്തെ മുടിച്ച് കളഞ്ഞ നിന്നിൽ നിന്ന് എന്നെപ്പോലുള്ള അഹങ്കാരികൾ കാരുണ്യം പ്രതീക്ഷിക്കണോ? ഇങ്ങനെ കണ്ണൻ്റെ ഗുണങ്ങളും കഥകളും സ്മരിച്ച് കുഞ്ഞിനെ ബുദ്ധിവിട്ടു പോകും. ആശ്വാസത്തിനായി കണ്ണനെ കീർത്തനങ്ങൾ കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങും. അമ്പാടി തന്നിലെ പൊന്മണി പൈതലായി ഗോകുലം പാലിച്ച ദേവ, പാൽക്കടൽ നാഥ മുകിൽ വർണ്ണ, പങ്കജലോചന കൈതൊഴുന്നേൻ, പാപികളാകുമീ ലോകർക്കെല്ലാം പാപവിമോചനം നൽകണമേ. ഈ ഗ്രാമത്തിലെ ഏഴകൾക്കെന്നും കാരുണ്യമേകണേ. കാർമുകൽ വർണ്ണം പിച്ചക പൂമാല ചാർത്തിയോനേ, പീതാംബരധാരി വേണുനാഥ പുല്ലാം കുഴലൂതി വന്നിടുക നീ. പൂതന നിഗ്രഹം പാലയമാം പെരുമ്പാമ്പിന്മിത ശൈപ്പവനേ, പേമാരിയെ തടുത്ത ഗോകുലനാഥ എന്നാത്മാവിലെ വേദന മാറ്റി നിൻ പാദപത്മത്തിൽ ചേർത്തിടണേ. ചെളി കൊണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് പൂജിക്കും. കണ്ണാ, നിന്റെ ആ പാദസേവ ചെയ്യാനോ അർച്ചന നടത്താനോ ഒന്നും ഈ അഗതിക്ക് പരിശീലനം കിട്ടിയില്ല. കണ്ണാ, നിനക്ക് നിവേദ്യമായി നൽകാൻ കഥനത്തിൻ കനിയല്ല അതൊന്നുമില്ല. പൂക്കൾക്ക് പകരം കണ്ണൻ്റെ പാദങ്ങളിൽ പൂഴിമണ്ണ് നുള്ളിയിട്ട് അർച്ചന നടത്തും. പൂക്കൾക്ക് പകരം കണ്ണൻ്റെ പാദങ്ങളിൽ പൂഴിമണ്ണ് നുള്ളിയിട്ട് അർച്ചന നടത്തും. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് വേപതുഗാത്രിയായി വീണ്ടും വീണ്ടും പാദത്തിൽ വീണു വന്നിക്കും. കൃഷ്ണ, നീ എന്നിൽ കാരുണ്യമേകണേ. വിഷ്ണു ഭഗവാനെ കൈതൊഴുന്നിൻ, ദീനർക്ക് ബന്ധുവാം ദേവാദയാനിധേ, ദീനരിലൊട്ടും കനിവില്ലയോ. എൻ്റെ പൊന്നോമന മുത്തേ, നിന്റെ ദാസ്യവൃത്തി ചെയ്യാൻ അവസരം പാർത്ത് മഹാലക്ഷ്മി പോലും കാത്തു കെട്ടി കിടക്കുമ്പോൾ ഈ അണുവിലും അണുവായ പെണ്ണ് അതിന് ആശിക്കാമോ? ഹനുമാൻ സ്വാമിയുടെ ദാസ്യഭക്തിക്ക് ദാസ്യം വഹിക്കുന്ന നീ എൻ്റെ ഭാഗ്യം, എൻ്റെ ദാസ്യം സ്വീകരിക്കുമോ? ഇങ്ങനെ എന്നെ കൊല്ലാതെ കൊല്ലുന്നത് എന്തിനാണ് കൃഷ്ണ? കഠിന മനസ്സ, നീ വന്ന് നിൽക്കാൻ ഭാവമില്ലെങ്കിൽ വേണ്ട. നിന്റെ പടം ഞാൻ തുടച്ചു മിനുക്കും. അത് വയ്ക്കാനുള്ള നിലം കഴുകി വൃത്തിയാക്കും. ഞാൻ പൂമാല കെട്ടി എൻ്റെ കരളിൻ്റെ കരളായ കണ്ണൻ്റെ പടം ഞാൻ അലങ്കരിക്കും. ഗോരോചന കുറിയൊന്നും ഈ ഉള്ളവൾക്ക് പാങ്ങില്ല. കണ്ണീരിൽ ചാലിച്ച ചന്ദനം കൊണ്ട് നിനക്ക് ഞാൻ തിലകം ചാർത്തും. നില്ല കണ്ണ, ഓടിപ്പോകാതെ ഞാൻ നിൻ്റെ കാർവേണി ഒന്ന് കോതി കെട്ടിത്തരാം. ആ തിരുമുടിയിൽ ഒരു മയിൽപ്പീലിയും തിരുകി തരാം. എടാ കുസൃതി കുട്ട, നീ എന്താ കന്നത്തം കാട്ടുന്നത്? ഒന്നടങ്ങി നിൽക്കുന്നുണ്ടോ? എങ്ങോട്ടാ ഇത്ര തിടുക്കത്തിൽ പായാൻ തുടങ്ങുന്നത്? കണ്ണനെ കയറി പിടിക്കും. അപ്പോഴല്ല ഓർക്കുന്നത് പടമാണെന്ന് പൊട്ടിക്കരിഞ്ഞു പോകും. ശ്രീകൃഷ്ണ ഭഗവാന്റെ പടം മാറത്തടുക്കി പിടിച്ച് തേങ്ങി കരയും. എന്നിട്ട് പറയും,
എൻ്റെ പൊന്നെ കൂട്ടുകാരാ, നീ അല്ലാതൊരു ചങ്ങാതി എനിക്കില്ല. ഈ ലോകത്തിൽ ആരുടെയും കൂട്ട് എനിക്ക് വേണ്ട കണ്ണ. അതെല്ലാം ദുഃഖം തരുന്നവയാണ്. നീ മാത്രമല്ല നിത്യാനന്ദ സ്വരൂപൻ. അതുകൊണ്ടല്ലേ യാദവ പടയെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് നിന്റെ സഖാവായ അർജുനൻ നിന്നെ മാത്രം സ്വപക്ഷത്ത് പിടിച്ചത്. മതി കണ്ണ, എനിക്ക് നിന്റെ ചെങ്ങാത്തമല്ലാതൊന്നും വേണ്ടേ വേണ്ട. ശ്രീകൃഷ്ണ ഭഗവാനെയും കാത്ത് ആ ആധുനിക രാധ ശുഭപ്രതീക്ഷയോടെ ഇരുന്നു. എന്നെങ്കിലും ഒരിക്കൽ കണ്ണൻ വരും, ജന്മം സഫലമാകും. ഒരു നാളിൽ ഞാൻ എൻ്റെ കണ്ണനെ കാണും, ഒരു ഗാനമാധുരി കേൾക്കും, ഓമന ചുണ്ടുകളിൽ ഓടക്കുഴലുമായി ആരോമൽ കണ്ണനൻ്റെ മുന്നിൽ വരും. അന്നെൻ്റെ ജന്മം സഫലമാകും, അന്നു ഞാൻ ആനന്ദമഗ്നയാകും. ഉന്മത്ത ഭക്തി തന്നുത്സുംഗസീമയിൽ നിന്നു ഞാൻ ആനന്ദ നൃത്തമാടും. ഈ ജീവരാശികൾക്ക് ആധാരമായുള്ളോരീശനല്ലേ ജഗൽപാലകനെ. ഈശലും കാലവിളംബമന്യേ ഈശ്വര നിന്നെ ഞാൻ കണ്ടിടട്ടെ. ഭക്തിശാസ്ത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത അമ്മ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ ശാസ്ത്രങ്ങളെല്ലാം സജീവങ്ങളായി ഉയർത്തെഴുന്നേറ്റു. സ്വഭാവങ്ങളാണ് ഋഷീശ്വരന്മാർ എഴുതി വച്ചിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ലോകം ദർശിച്ചു. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചന, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് ശാസ്ത്രസമ്മതമായ 9 വിധ ഭക്തിയുടെയും ജീവൽ സ്വരൂപമായി തീർന്നു സുധാമണി എന്ന അരയ പെൺകുടി. ഇതുപോലെയുള്ളവരെ ആധാരമാക്കിയാണ് ആചാര്യന്മാർ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ളത്. ശാസ്ത്രം നോക്കി മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ പറയാം. അതേസമയം ശാസ്ത്രത്തിൽ പറയാത്തതെങ്കിലും എന്തെങ്കിലും ഇത്തരക്കാരുടെ ജീവിതത്തിൽ കണ്ടാൽ അത് അശാസ്ത്രീയമെന്ന് പറയരുത്. ആ പുതിയ കാര്യം കൂടി ശാസ്ത്രത്തിൽ എഴുതി ചേർക്കുകയാണ് വേണ്ടത്. സുധാമണി വീണ്ടും വീണ്ടും കണ്ണൻ്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. കൃഷ്ണ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ തന്നെ നിൻ്റെ പാദങ്ങളിൽ നിവേദിക്കുന്നു. എന്നാലെങ്കിലും കനിയോ കണ്ണ, ഇതാ ഇവിടെ എൻ്റെ പ്രാണൻ പോകാൻ തുടങ്ങുന്നു. മരണകാലത്തെങ്കിലും നീ ഒന്ന് വന്ന ദർശനം തരില്ലേ കൃഷ്ണ? നിൻ്റെ വിരഹം സഹിക്കാൻ വയ്യാതെ പിടഞ്ഞ് മരിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല മുരാരേ. പക്ഷേ ഒന്ന് ചിന്തിച്ച് ഞാൻ നടുങ്ങുന്നു ദേവ. നിന്നെ മാത്രം ശരണം പ്രാപിച്ച എനിക്ക് ദർശനം നൽകി രക്ഷിക്കാൻ നിനക്ക് ഹൃദയമില്ലാതെ പോയെന്ന് ലോകമറിഞ്ഞാൽ പിന്നെ നിന്നെ ആര് പൂജിക്കും കണ്ണ? അങ്ങനെ നിമിഷങ്ങൾ എണ്ണി കരഞ്ഞ് കാത്തിരുന്ന ആ രാവിൻ്റെ മധ്യയാമങ്ങളിൽ മയങ്ങി വീണു. ഇതാ കണ്ണൻ്റെ വരവായി. കണ്ണില്ലെങ്കിലും കരളിൻ കണ്ണിനായി കണ്ണനെ ഞാൻ ഇന്നോ കണ്ടോ, എൻ്റെ രാധാരമണനെ കണ്ടോ, സങ്കൽപ്പചോരനെ സൗന്ദര്യാരൂപനെ സംഗീതകാരനെ കണ്ടോ, എൻ്റെ സായുജ്യനാഥനെ കണ്ടോ. നീലക്കടൽ വർണ്ണമുണ്ടോ, പീലിച്ചുരുൾ മുടിയുണ്ടോ, ഓടക്കുഴലിൻ്റെ നദത്തിലൂടെ ഞാൻ കോമളരൂപനെ കണ്ടു. കണ്ണ, ഏതായാലും നീ വന്നല്ലേ, അങ്ങനെ അങ്ങ് ഓടിപ്പോകരുതേ. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ണൻ്റെ കാലൊച്ച കേട്ടു അന്നൊരു വെള്ളി നിലാവുള്ള രാവിൽ, പുല്ലാംകുഴൽ വിളി കേട്ടു എൻ മനം തങ്കക്കിനാവിൽ ലയിച്ചു. ഈ വെണ്ണിലാവിൻ്റെ തൂവെണ്മയിൽ പൂത്ത ഹേമന്ത സുഗന്ധമേ കണ്ണ. ഈ വെണ്ണിലാവിൻ്റെ തൂവെണ്മയിൽ പൂത്ത ഹേമന്ത സുഗന്ധമേ കണ്ണ.
തെൻറ്റുകുമാ മന്ദഹാസത്തിൽ എൻ മനം സാനന്ദമായി ലസിപ്പു കണ്ണം സാനന്ദമായി ലസിപ്പോ ഉണ്ടനേകം കഥ ചൊല്ലാൻ എനിക്കെൻ്റെ കണ്ണാ നീ പോകരുതേ എൻ മതിയിൽ ഉള്ളൊരുന്മാദ പൊയ്കയിൽ വന്നു നീരാടി നിൽക്കൂ കണ്ണ വന്നു നീരാടി നിൽക്കൂ. പ്രേമഭക്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ ദർശനം തന്ന ഭക്ത വത്സല നിന്റെ പാദപത്മങ്ങളിൽ വീണ്ടും വീണ്ടും പ്രണാമങ്ങൾ. കരിമുകൾ വർണ്ണൽ വന്നല്ലോ അഴകേറും നീലക്കാർ വർണ്ണല്ലോ മന്ദസ്മിതം തോകും സുന്ദര രൂപം നിൻ തിരുവുടൽ ഞാനൊന്നു കണ്ടോട്ടെ. ശാന്തി നായക മുകിൽ വർണ്ണ ശാന്തത എന്നിൽ നീ എകിടണൈ ഗോപകുമാര ഗോകുലനാഥ കലമായില്ല മാലകറ്റാൻ ദേവകീസുതനായി പറന്നോനി ഗോകുലമാല ശ്രീകൃഷ്ണ ദുഷ്ടസംഹാരി ശിഷ്ട സംരക്ഷക നിൻപാദ പത്മം നമോ നമസ്തേ. കഷ്ടം എൻ്റെ കണ്ണ, എന്നെ വിട്ടിട്ട് നീ ഇത്ര വേഗം എവിടെ പോയി മറഞ്ഞു? എനിക്കിത് താങ്ങാനാവുന്നില്ല. കണ്ണാ നീ എന്നെ മറന്നുവോ? മുകിൽ വർണ്ണ നീ എന്നെ മറന്നുവോ? ദണ്ണം പെരുകുന്നു കണ്ണനെ കാണാനൊന്നും തിരിയാത്തൊരൻ ഹൃദി എങ്ങോ മറഞ്ഞു കളഞ്ഞതോ കണ്ണൻ എന്നെ വെടിഞ്ഞു നടന്നതോ കണ്ണീർക്കടലിലേക്കെന്നെ നീ കണ്ണാ മുങ്ങാനയച്ചു മറഞ്ഞതോ നിൻപാദദാസിയായി നിന്നു ഞാൻ ദിനം എണ്ണിക്കഴിഞ്ഞുദയാനിതേ കണ്ണാ നീയൻ മനമന്ദിരേ വരൻ എന്തേ അമന്തം കൃപാനിധേ കണ്ണാ നീയൻ മനമന്ദിരത്തിൽ വരാൻ എന്തേ അമന്തം കൃപാനിധേ. പകൽസമയം അവസരം വന്നാൽ ഒറ്റയ്ക്ക് ചെറുവഞ്ചിയിൽ കായലിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകും. കായൽ കാണുന്നത് വലിയ ആനന്ദമായിരുന്നു. അതിലെ ഓളങ്ങളുമായി ഒന്നായി തീരുന്നവരായി സുധാമണിക്ക് തോന്നും. പ്രകൃതിയെ നോക്കുമ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടി മഹാത്മ്യം ചിന്തിച്ച് കരയും. കരഞ്ഞ് ബോധമില്ലാതാകും, സമാധിയിൽ മുഴുകും. അനന്ത നീലാകാശം കാണുമ്പോൾ കണ്ണനെ ഓർത്ത് കണ്ണുനീരൊഴുക്കും. എല്ലാം മറന്നു. മണിക്കൂറുകൾ നീങ്ങും. ആ കാലത്ത് വീട്ടിൽ ബുദ്ധിമുട്ടായി. മത്സ്യവ്യാപാരത്തിൽ കനത്ത നഷ്ടം വന്നു. സുഗുണാനന്ദൻ കഷ്ടപ്പെട്ടു. ദമയന്തി അമ്മ സുധാമണിയോട് പറഞ്ഞു, എന്തിനാണ് ദൈവം അമ്മയ്ക്ക് ദുഃഖം വരുത്തുന്നത്? കച്ചവടമെല്ലാം നഷ്ടമായല്ലോ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമോ? അമ്മ സ്വയം ചിന്തിച്ചു, ഭഗവാനെ, ദുഃഖം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ കാരണം എന്താണ്? അമ്മ ദുഃഖിക്കുന്നു കാരണം ഭർത്താവിൽ നിന്ന് സുഖം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ലേ ദുഃഖത്തിന് കാരണം? ആഗ്രഹമല്ലേ ദുഃഖം ഉണ്ടാകുന്നത്? എന്നിട്ട് അമ്മ ദുഃഖം തീരാൻ ശ്രീകൃഷ്ണനെ വിളി തുടങ്ങി. നിത്യാനന്ദ സ്വരൂപനായ ഭഗവാൻ അല്ലാതെ മറ്റാരാണ് ദുഃഖം മാറ്റുക? അജ്ഞാനത്തിലും ദുഃഖത്തിലും കഴിയുന്ന മനുഷ്യനെ ആശ്രയിച്ചാൽ ദുഃഖമല്ലേ കിട്ടുകയുള്ളൂ. ഈ കാലത്ത് വീട്ടിൽ മറ്റൊരു നീക്കം ആരംഭിച്ചു. അമ്മ സ്കൂളിൽ പോകുന്നില്ല, അതുകൊണ്ട് വേഗം വിവാഹം കഴിപ്പിച്ചയക്കണം. ദമയന്തി അമ്മയ്ക്ക് അഭിമാനം ഭയങ്കരമാണ്. മാനം പോയാലെല്ലാം പോയി. വീടിന് ചുറ്റും കായലാണ്. പോരെങ്കിൽ പറമ്പിന് വേലി കെട്ടിയിട്ടു. എന്നിട്ടും പോരാത്തതിന് പട്ടിയെ വളർത്താനും തുടങ്ങി. പ്രായമായ പെൺകുട്ടികളുള്ള വീടാണ്. അപരിചിതരായ ചെറുപ്പക്കാർ പെട്ടെന്ന് വന്നു കയറരുത്.
പട്ടി ഉരച്ചാൽ ദമയന്തിയമ്മ മൂത്ത മകൻ സുഭകനെ വിളിച്ച ആളെ നോക്കിയിട്ട് വാതിൽ തുറക്കൂ. ആൺപിള്ളേരാണെങ്കിൽ വീട്ടിലേക്ക് കയറ്റത്തില്ല. ഒരാളെങ്കിലും വിവാഹം കഴിപ്പിച്ചയച്ചാൽ അത്രയും ശല്യം തീർന്നല്ലോ. അതുകൊണ്ട് അമ്മയെ കെട്ടിച്ചയക്കാൻ ആലോചനയായി. ശുഗുണാനന്ദൻ അച്ഛനും സുഭകനും കൂടി ഒരു കൂട്ടർക്ക് വാക്ക് കൊടുത്തു. വീടിൻ്റെ അധികം അകലെയല്ലാതുള്ള ആ വീട്ടുകാർ ഒരു ദിവസം ഉടുപ്പിനെ അളവെടുക്കാനാണെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ചു. അവിടെ ചെന്ന് കയറിയപ്പോൾ അളവെടുക്കാനല്ല വിളിപ്പിച്ചതെന്ന് അമ്മയ്ക്ക് ബോധ്യം തോന്നി. വീട്ടുകാരി ഒരു ഗ്ലാസ് വെള്ളം അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദാ ആ മുറിയിലൊരാളുണ്ട്, കൊണ്ടുചെന്ന് കൊടുക്കൂ. കല്യാണത്തിന് പെണ്ണിനെയും ചെറുക്കനെയും കൂട്ടിമുട്ടിക്കുന്നതിൻ്റെ ഒരു ചടങ്ങാണ്. സുധാമണി പറഞ്ഞു, എനിക്ക് മനസ്സില്ല. തുന്നലിനാണെന്ന് ഞാൻ വന്നത് വെള്ളം കൊടുക്കാൻ അല്ല, ഇറങ്ങിയിട്ട് പോന്ന വീട്ടിൽ വന്ന് പറഞ്ഞു അവരെ ശകാരിക്കണം. അപ്പോഴാണ് അറിയുന്നത് വീട്ടുകാരും അറിഞ്ഞുകൊണ്ടുള്ള പണിയായിരുന്നു എന്ന്. നല്ല ദേഷ്യം തോന്നി. അതിൽ പിന്നെ ഒരാൾ പെണ്ണ് കാണാൻ വന്നു. ദമയന്തിയമ്മ സുധാമണിയോട് പറഞ്ഞു അയാൾക്ക് കൊടുക്കാൻ പഴം വാങ്ങിക്കൊണ്ടുവരാൻ. കുഞ്ഞ് പറഞ്ഞു, ഞാൻ ഒരുത്തനും പഴം വാങ്ങാൻ പോകുന്നില്ല, അമ്മ വേണേൽ പോയി വാങ്ങിക്കും. പിന്നെ ഒരാൾ കാണാൻ വന്നു. അമ്മ ഉലക്ക കൊണ്ട് ഉരലിൻ മുളകിടിക്കുകയോ മറ്റോ ആണ്. ആ ഉരലിൽ മുളകിടിക്കുകയോ മറ്റോ ആണ്. അടുത്ത മുറിയിൽ ചെറുക്കൻ വന്നിരുന്നു. അവനെ അമ്മ ജനാലയിലൂടെ ഉലക്ക കൊണ്ട് ഇടിക്കാൻ ചെന്നു. കിടന്നലറി. ദമയന്തി അമ്മ വന്ന മോളോട് കരഞ്ഞു പറഞ്ഞു, ഞങ്ങളെ നാണം കെടുത്തല്ലേ മോളെ എന്ന്. സുധാമണി അമ്മ വിട്ടില്ല. ഉലക്ക എടുത്തുകൊണ്ട് ചാടി. നല്ല ലീലയൊക്കെ കാണിച്ചു. തനി വട്ടുമാതി. വന്നവർക്ക് മതിയായി. ഈ ഭ്രാന്തിയെ ആർക്ക് വേണം? അവർ പോയി കഴിഞ്ഞപ്പോൾ സുധാമണിക്ക് നല്ല തെറിയും തൊഴിയും ഇടിയും കിട്ടിയിരുന്നു. ഇനി കെട്ടിക്കാൻ തിരിഞ്ഞാൽ ഒളിച്ചോടി വല്ല ഗുഹയിലും പോയി ഇരിക്കണമെന്ന് കുഞ്ഞ് ചിന്തിച്ചു. എങ്കിലും ഉള്ളിൽ ഉറപ്പുണ്ട് കെട്ടിക്കത്തില്ലെന്ന്. എല്ലാ വിവാഹ ആലോചനകളും ഈശ്വരൻ തന്നെ തട്ടിത്തെറിപ്പിച്ചു. വീട്ടുകാരുടെ നാനാമുഖമായ ശല്യം സഹിക്കാതെ ഒരു ദിവസം കുഞ്ഞ് വീട് വിടാൻ ഭാണ്ഡം കെട്ടിയതാണ്. അപ്പോൾ ഒരു പത്രക്കടലാസ് വീണു. അടുത്ത് നോക്കിയപ്പോൾ വീട് വിട്ടുപോയ ഒരു ചെറുപ്പക്കാരിക്ക് ചട്ടമ്പികളിൽ നിന്നുണ്ടായ അനുഭവം അതിൽ വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ തോന്നി താൻ വീട് വിടുന്നത് ഈശ്വരന് ഇഷ്ടമല്ലെന്ന്. അതോടെ ആ ചിന്ത ഉപേക്ഷിക്കുകയായി. വീട്ടുകാരുടെ ശല്യം കൊണ്ട് ഒരിക്കൽ കടലിൽ ചാടി ചാകാൻ പോയതാണ്. അപ്പോൾ ചിന്തിച്ചു, ആര് മരിക്കുന്നു, ആര് ജനിക്കുന്നു, ചാകാൻ ഒത്തില്ല. പണ്ട് തീവ്രമായ സാധനയുടെ കാലത്ത് അമ്മയ്ക്ക് മറ്റ് വീടുകളിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഭാണ്ഡവുമായി ഒരു കറുത്ത രൂപം അടുത്തു വന്ന് നിൽക്കുന്നതായി തോന്നും. ശ്രീകൃഷ്ണഭഗവാനെയും കാണും. പിന്നെ വീട്ടിൽ വന്ന് കിടക്കും. പൂജാമുറിയിലാണ് കിടക്കുന്നത്. അശുദ്ധമായ സ്ഥാനങ്ങളിൽ കിടക്കാൻ വയ്യ, ഉറക്കമില്ല. ഭഗവാനെ വിളിച്ചൊരു മയക്കം. അത്രയേ ഉള്ളൂ. ഉറങ്ങിയാൽ ഭഗവാൻ വന്നിട്ട് പോയാലോ, കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നായിരുന്നു പേടി. കീർത്തനം പാടി മുറിക്കകത്ത് നൃത്തം വയ്ക്കും. ആരും കാണുകയില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് നൃത്തം വെച്ചു പോകും. തളർന്നു വീഴും. അങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നതിനാണ് ഉറക്കമെന്ന് പറയുന്നത്. അല്ലാതെ സുധാമണിക്ക് ഉറക്കമില്ലായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കും, ഷടാ എന്നെ ഉറക്കുകയാണല്ലോ, കണ്ണൻ വന്നില്ലല്ലോ. പിന്നെ എഴുന്നേറ്റിരുന്ന് കരയാൻ തുടങ്ങും. പിന്നെയും അബോധാവസ്ഥ വരും. ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ മനഃപൂർവ്വം ഉറക്കുകയാണ്, എൻ്റെ അടുത്ത് വരാതിരിക്കാനുള്ള പണിയാണ് എന്നിങ്ങനെ കുഞ്ഞ് കൃഷ്ണനെ ഭള്ളു പറയും. മിക്കപ്പോഴും ഉറങ്ങുമ്പോൾ പൊങ്ങി പോകുന്നതായി തോന്നും. പ്രകൃതിയിൽ കൂടി സഞ്ചരിക്കുന്നതായി കാണും.
പ്രകൃതിയിലൂടെ ബാലൻസ് പിടിച്ചു പോകും. കണ്ണൻ പിടിക്കാൻ വരും, ഏതോ മനുഷ്യൻ പിടിക്കാൻ വരുന്നത് പോലെ കിടന്ന് വിളിവയ്ക്കും. അച്ഛനും അമ്മയും എല്ലാം ഓടി വരും, നോക്കും, ആരുമില്ല. അമ്മ മകളെ അടുത്ത് കിടത്തും, എന്നാലും വിളിച്ചു പോവും. അപ്പോൾ സ്വപ്നമാണെന്ന് മനസ്സിലായി. ദുസ്വപ്നം കാണാതിരിക്കാൻ അച്ഛനമ്മമാർ കുലത്തിൻ്റെ ആ മഹിമയായി പിറന്ന കുഞ്ഞിൻ്റെ ദേഹത്ത് ചരട് ജപിച്ച് കിട്ടി. എത്ര ഭക്തിയാണെന്ന് പറഞ്ഞാലും വീട്ടുജോലി കഴിഞ്ഞിട്ട് നേരമില്ല. അതുകൊണ്ട് ആളുകൾ അമ്മയെ കാവേരി കാവേരി ഇരട്ടപ്പേര് വിളിക്കും. കാവേരി ഒരു അവൾ വീട്ടുവേല മുഴുവൻ, കാല് മുറിഞ്ഞാലും എന്തു വന്നാലും പാലുമായി അയലത്തൊക്കെ പോകണം. അതുപോലെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവർ സുധാമണിയെ കാവേരി എന്ന് വിളിക്കാൻ തുടങ്ങി. എല്ലാ ജോലികളും സുധാമണി ചെയ്യണം. ആർക്കും സുധാമണിയോട് കരുണയും സ്നേഹവുമില്ല. അതുകൊണ്ട് ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഈശ്വര, നീ എൻ്റെ ദുഃഖം കാണുന്നില്ലേ? എനിക്ക് ലോകത്തിൽ ആരുമില്ലേ? ബന്ധുവാര്, അച്ഛനാര്, അമ്മയാര്? ഇതിൻ്റെയൊക്കെ സത്യം എന്ത്? മനുഷ്യ ശരീരമെടുത്താൽ ദുഃഖമേ ഉള്ളോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. കരയും. ഈ കഷ്ടപ്പാടുകളെല്ലാം കുഞ്ഞിനെ ഈശ്വരനോട് അടുപ്പിക്കുകയാണുണ്ടായത്. സാധാരണ മനുഷ്യർ വില കുറഞ്ഞ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കിതച്ച് ക്ഷീണിക്കുന്നത് കാണുമ്പോൾ സുധാമണി അമ്മയ്ക്ക് അവരോട് സഹതാപം തോന്നും. അവർക്ക് വേണ്ടി പലപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭഗവാനെ, അറിവില്ലായ്മ കൊണ്ട് ലൗകിക സുഖം കേമമാണെന്ന് കരുതി കഷ്ടപ്പെടുന്നവർക്ക് ശരിയായ ജ്ഞാനം നൽകി രക്ഷിക്കണമേ എന്ന ഭാഗത്ത് നമുക്ക് ഇന്ന് തൽക്കാലം പൂർണ്ണമാക്കിക്കൊണ്ട് നാളെ ബാക്കി ഭാഗം തുടരാൻ ഉള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും സാന്നിധ്യത്തിന് കോടിക്കോടി നമസ്കാരം അർപ്പിക്കുന്നു. നാളെ ശനിയാഴ്ചയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ മന്ത്രം, ധ്യാനം ഒക്കെ നടത്തുന്ന നമുക്ക് ഗ്രൂപ്പിലുള്ളവർ, ഇത് കാണുന്നവർ, മൗനം നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് എടുത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂർ മൗനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാവാം. കഴിഞ്ഞ ദിവസം നമ്മൾ പുസ്തകം വായിച്ചപ്പോഴും ശനിയാഴ്ച മൗനത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒന്ന് മൗനം അനുഷ്ഠിക്കാൻ നോക്കുക. 12 മണിക്കൂർ നന്മയ്ക്ക് അതൊരു കാരണമാവും. ഇന്നത്തെ ദിവസം എത്തിയവർക്കെല്ലാം നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നാമജപത്തോടെ ഇന്നത്തെ സത്സംഗം പൂർത്തീകരിക്കാം. സർവേഷാം സ്വസ്തിർഭവതോ, സർവേഷാം ശാന്തിർഭവതോ, സർവേഷാം പൂർണ്ണം ഭവതോ, സർവേഷാം മംഗളം ഭവതോ, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സതോ മാ സത്യമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യാൻ സാരം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ മാതാ അമ്മ അമൃതാനന്ദമയീ ദേവി തൃപ്പാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപ്പാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമദായ പൂർണ്ണം ഏവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.